നാരദം കുത്തിത്തിരിപ്പ്. അങ്ങനെ ഒരിക്കലും പറയാനൊന്നും പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനപ്രയാസം ഉണ്ടായിരുന്ന ആള് ഞാനായിരിക്കുമല്ലോ. അതെ അല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ വേറെ ആളുള്ളൂ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊരു അത്ര ഇതായിട്ട് തോന്നിയില്ല. സുഹൃത്തുക്കളെ, നിസാറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ വിഷയം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അർജുൻ്റെ കുടുംബം മനാഫിക്ക തമ്മിൽ ജോയിൻ്റായി, മനാഫിക്കും സായിയൊക്കെ തമ്മിൽ എല്ലാം പറഞ്ഞ് ക്ലിയറാക്കിയ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സായും മനാഫിക്കും അവരവരുടെ കാര്യങ്ങൾ, അവരവരുടെ വിഷയങ്ങൾ തനിയെ സ്വന്തമായി ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. നമുക്ക് ആ വീഡിയോയിലേക്ക് നോക്കാം. ഈ ഇരിക്കുന്ന വ്യക്തിനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, മനാഫ് ഭായി ആണ്. ഇപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ? അവരുടെ സംസാരം, അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? മനാഫ് ഖാനെ നമുക്കറിയാം, സായിനെ നമുക്കറിയാം. പിന്നെ സായിനെ കുറേ ആളുകൾ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. അരിയണ്ണൻ, കുത്തിത്തിരിപ്പ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞ് സായിനെ നല്ലോണം കുറ്റപ്പെടുന്നുണ്ട് ആൾക്കാർ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് സായി ബിഗ് ബോസിലേക്ക് വരിക എന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര അധികം സന്തോഷിച്ച ഒരാളായിരുന്നു ഞാൻ. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സായിക്ക് കിട്ടിയ സൈബർ ആക്രമണമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? സോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് അദ്ദേഹം എപ്പോഴാണ് ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പറയുന്ന വീഡിയോ നിങ്ങൾ കേട്ടില്ലേ? ഒരു മനുഷ്യനെ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ പറയുന്ന രീതിയിലേക്ക് ആളുകൾ വരണം എന്ന് കരുതുന്ന തന്നെ തെറ്റിദ്ധാരണയാണ്. അവർക്കൊരു ലൈഫുണ്ട്, അവരവരുടേതായിട്ടുള്ള രീതിക്ക് ജീവിക്കട്ടെ. ബാക്കി വീഡിയോസൊക്കെ നമുക്ക് പോകാം. ഞാനിങ്ങനെ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നു വണ്ടിക്ക്. അതായത് ഞാൻ നിങ്ങളോട് പറയണമല്ലോ, അതായത് എൻ്റെ കടമയാണ് ഞങ്ങളോട് പറയണം എന്നുള്ളത്. കാരണം ഞാൻ 2 ദിവസമായിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് വിഷമം പറയാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് വന്ന് പറയുമ്പോൾ പലരും ഇപ്പോഴും കളിയാക്കലാണ്. വീണ്ടും നാരദം കുത്തിത്തിരിപ്പ്. അങ്ങനെ ഒരിക്കലും പറയാനൊന്നും പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനപ്രയാസം ഉണ്ടായിരുന്ന ആള് ഞാനായിരിക്കുമല്ലോ. അതെ അല്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി അല്ലേ? കരുതണം നമുക്ക് ബാക്കിയുള്ള കൂടി. അത് കഴിഞ്ഞിട്ടല്ലേ വേറെ ആളുള്ളൂ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അതൊരു അത്ര ഇതായിട്ട് തോന്നിയില്ല. നമുക്കിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് വിമർശനങ്ങള് എന്തായാലും വരും. ആരും വിമർശനത്തിന് അതീതനായിട്ട് ആരുമില്ല. വിമർശനത്തേക്കാൾ ഉപരി ഞാനത് എന്തിനാ ചെയ്തത് നിങ്ങൾക്ക് അറിയാം. അതെ എനിക്കറിയാം. അതെന്താ പറഞ്ഞാൽ ഓരോരുത്തർ സിറ്റുവേഷൻ അങ്ങനെ. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു ദിവസം ഒരു 500 കൂടുതൽ കോള് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ വീട്ടിലത്തെ കോളും ഞാൻ എന്താക്കി എടുത്തിട്ടില്ല. ഞാൻ സൈലന്റ് ആക്കി പോക്കറ്റിൽ ഇട്ടേക്കല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാനൊന്നുമില്ല, എന്റെ ഒരു പേഴ്സണൽ കാര്യം പറയായിരുന്നപ്പോ മൂപ്പര് ഇല്ല. ഞാൻ സത്യമായിട്ട് എന്താ പറഞ്ഞാൽ എന്താ പറഞ്ഞാ നിങ്ങൾ വിഷമിക്കുന്നത് ഇന്നിപ്പോ രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിനെ നമ്മള് നിങ്ങളെ കരിയറാണ്. സായി ചടാപട എന്നുള്ള ഒരു പ്രകൃതം മാത്രമുള്ള ആള് സാധുവാണ്, മനസ്സിലാക്കാം. നിങ്ങളെപ്പോലത്തെ ആൾക്കാർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം എന്താ പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഒരു വേദനിക്കുന്ന ഒരുത്തന് സഹായമാവാൻ നിങ്ങളെ കൊണ്ട് കഴിയെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ല, ലൈഫ് സെറ്റായി. അതാണ് മനഫ. ഷാറുഖ് ഖാന് പറഞ്ഞ മാതിരി ബഡേ ബഡേ ദേശം ചോട്ടെ ചോട്ടെ. അതേമാതിരി ഇതൊക്കെ ചെറിയ വിഷയമാണ്. പിന്നെ ആരും സായിബായിനെ എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു ഇതുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ലാത്തൊരു വിഷമം മറ്റുള്ളവർക്കും വേണ്ട. അതായത് ഉണ്ടാക്കി കൊടുക്കണേ ആൾക്കാരുടെ ഇടയ്ക്ക്. അതെ അതാണ് അത് എങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. ഇന്നങ്ങട്ട് ഇല്ലാതാക്കണം തോന്നുന്നത്. അങ്ങനെ നിങ്ങള് എല്ലാരും കൂടിയതാണല്ലോ ഈ ഭൂമി. അതെ, അതിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എന്താ പറയാ ഓരോ പാർട്ട് ഉണ്ട്. നിങ്ങളെ പാർട്ട് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഈ വിഷയത്തിലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ശരിക്കും ആരാ? ജസ്റ്റ് ഒരു മീഡിയേറ്റർ. നിങ്ങൾ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാളെ കൊണ്ടൊരു ഇത് ചെയ്യിപ്പില്ല. അതെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വമേധയ ഞങ്ങളെടുത്ത് വന്നിട്ട് ഞാൻ ചോദിക്കാണ്, ഞാൻ വന്ന് പറയട്ടെ, ഞാൻ നിങ്ങളെ പറ്റി ഒന്ന് പറയട്ടെ. നിങ്ങൾക്ക് മൂപ്പർക്ക് താല്പര്യമില്ല അങ്ങനെ വന്ന് പറയണേ, അതും റോങ് ആവുന്നുള്ള. എന്താ പറഞ്ഞാല് ഞാൻ ഇത്രയും കാലം നിങ്ങളൊരു കാര്യം പറയട്ടെ, ഞാൻ ശ്രദ്ധിച്ചില്ലേ ഇത്രയും കാലം നമ്മൾ എവിടാണ്, ഈ സമൂഹം എവിടാന്ന്. ഞാൻ രാവിലെ പണിക്ക് പോവും, രാത്രിയാവും വീട്ടിലെത്താൻ. വീട്ടിൽ വന്ന് കുളിച്ച് മാറ്റി കുട്ടികളൊപ്പം കുറച്ചു നേരം കളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഇതിങ്ങനെ റൊട്ടീൻസ് ഇതിൻ്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ വിട്ടുപോയി. ഞാൻ ഇപ്പൊ ഈ അർജുന്റെ വിഷയത്തിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ഒരുപാട്
സെയിം കാര്യമാണ് ഞാൻ ബിഗ് ബോസ് പോയപ്പോ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ മിസ്സാക്കിയ കുറെ സാധനമുണ്ട്. നമ്മളെ വൈഫ്, നമ്മളെ ഫാമിലി, നമ്മളെ ഇല്ല ഞാൻ പറഞ്ഞത് സമൂഹം ഭയങ്കരമായിട്ട് ചിന്നി ചിതറി കിടക്കുക. ഈ അപ്പം തന്നെ ഇത് ചിന്തറിയിട്ട് തന്നെ നിക്കണം എന്ന് ചില ആളുകൾ നിർബന്ധ ബുദ്ധി ഉണ്ട്. അതൊരു മാറ്റണം. അത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും മാറ്റണം. അതങ്ങനെ കോള് വന്നുകൊണ്ട് നിങ്ങളെ ബിസി. ഓക്കെ. അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി മൂപ്പരാട്ടോ ഇതിന്റെ എഫേർട്ട് ഇട്ടത് ഈ ഇത് കഴിച്ചിലാക്കാന്. അതായത് ഈ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചാൽ മാത്രമല്ല, അല്ല അങ്ങനല്ല, നിങ്ങൾ അതിന്റെ ഒരു മെയിൻ ഭാഗമായിട്ട് നിന്ന് അതോടുകൂടി എനിക്ക് നിങ്ങളോട് ഒരു ബഹുമാനം കൂടി. എന്നാ ശരിയാ? ശരി. ഓക്കെ. ശരി. അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ആർക്കും സംശയം വേണ്ട. എല്ലാം അടിച്ചു പൊളിച്ച് ഒത്തുതീർപ്പായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും സുഖമായിട്ട് എണീറ്റോളി, ഒന്നും കൂടി ഉണർന്നോളി. അടുത്ത കാര്യങ്ങൾ വരണ്ടല്ലേ? ഇനിയാ വേണ്ട, പാവങ്ങൾ അവരവരെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ പ്ലീസ്. അതിക്ക് ഞാൻ ഇടപെടാതെ ആരും സന്തോഷമായിട്ട് പോട്ടെ.